ഇപ്പോൾ വ്യവസായി രഘുചന്ദ്രൻ നായർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രഘുചന്ദ്രൻ നായർ, ഞാൻ പറഞ്ഞതുപോലെയാണ്, ആർക്കും ഇത് ഉൾക്കൊള്ളാൻ അങ്ങേക്ക് പോലും ആർക്കും കഴിയുന്നില്ല, ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആളുകൾക്കൊക്കെ. ഇപ്പോഴും ചില ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. എന്തിന് ഇത്രയധികം ശക്തനായ ശതകോടികളുടെ വ്യവസായം നടത്തുന്ന ഒരു വ്യക്തി സ്വയം ജീവനൊടുക്കണം? അതിൽ ഒരു നിമിഷത്തെ, ഒരു മൊമെന്റിലുണ്ടായ ആ ഒരു വൈകാരിക ഘട്ടമാണോ, അതെല്ലാം നേരത്തെ അനുഭവിച്ചു വന്ന സമ്മർദ്ദമാണോ? എന്താണിപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങേക്ക് ഈ റോയുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ വിളിക്കാനോ ബന്ധപ്പെടാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ രഘുചന്ദ്രൻ നായർ? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഏത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും, നമ്മുടെ ഭാരതത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഏത് ആൾക്കാർക്കും നമുക്ക് എപ്പോഴും ഒരു ഇൻകം ടാക്സിനും അല്ലെങ്കിൽ ED-നും എപ്പോഴും എപ്പോഴും നമ്മളെ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ഇന്ത്യയിൽ എപ്പോഴും ഉള്ളതാണ്. നമ്മളെ നല്ല രീതിയിൽ, പക്ഷെ നമ്മൾ കൂടുതൽ ഹൈ പ്രൊഫൈലായിട്ട് പോകും തോറും നമ്മളെ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കും. അതിൽ വരും. ഇപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഒരു 2006 ഇപ്പൊ 20 വർഷമായിട്ട് ഉണ്ടാക്കി വന്ന വലിയ രീതിയിൽ കൊണ്ടുവന്നു പടുത്തി ഈ ലെവലിൽ എഴുതിയ ഒരു ഓർഗനൈസേഷന് അദ്ദേഹം തന്നെ NRI ആയി അദ്ദേഹം ദുബായിൽ താമസിക്കുന്നു, എമിറേറ്റ് സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ കൊണ്ടുപോകാം. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ പ്രോജക്ട്സ് ഉണ്ട്. അവരിപ്പോ ക്രിഡായി കർണാടകയിലെ മെമ്പറാണ്. ക്രിഡായി കേരളയിലെ മെമ്പറല്ല, കർണാടകയിലെ മെമ്പറാണ്. നല്ല രീതിയിൽ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് സീറോ ഡെറ്റ് എന്ന് പറഞ്ഞ ഒരാള് പരസ്യം ചെയ്യുമ്പം കടയില്ലാത്തൊരു കമ്പനിയിലാണ് നിങ്ങൾ ഫ്ലാറ്റ് വിൽക്കുന്നതെന്ന് പറയുന്നതിന് അവർ അഭിമാനത്തോടെ വിൽക്കുന്നതാണ്. അപ്പം അതിന് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വരുമ്പോൾ ഇൻകം ടാക്സ് ഏത് സമയത്ത് നമ്മളിപ്പോ എല്ലാവർക്കും നല്ല അക്കൗണ്ടന്റ്മാരുണ്ട്, നല്ല കമ്പനീസാണ് നമ്മൾ ഓഡിറ്റേഴ്സ്. അവരൊക്കെ ഓഡിറ്റ് ചെയ്താലും ഇൻകം ടാക്സ് കയറി പരിശോധിക്കുമ്പം അവർ അതിനകത്തുള്ള ലൂപ്പ് ഹോൾസും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയുന്ന നമ്മളെ ഇന്റർപ്രിട്ടേഷൻ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഈ ഇന്റർപ്രിട്ടേഷൻ, പക്ഷെ അവർ കാണുന്നത് ഇവേഷനായിട്ട് കാണും. നിങ്ങൾ ഇതിനകത്ത് സ്വത്ത് മാറ്റി, അല്ലെങ്കിൽ ഇതിനകത്ത് കാശ് മാറ്റി, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച രീതി ശരിയല്ല. ഇപ്പൊ ജോയിന്റ് വെഞ്ചർ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ ജോയിന്റ് വെഞ്ചർ പ്രോജക്ട്സിന് ചിലപ്പം ഇവരും ജോയിന്റ് വെഞ്ചർ ഒത്തിരി ചെയ്യുന്നവരാണ്. ഇപ്പൊ ജോയിന്റ് വെഞ്ചർ ചെയ്യുമ്പം ആ പ്രോജക്ട്സിന്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൊടുക്കുന്ന പെർസെന്റേജ് ഒക്കെ ആയിരിക്കും അതിൽ വരുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനെങ്കിൽ നമ്മൾ നാളെ അവർ നമുക്ക് നോട്ടീസ് തന്ന് നമ്മൾ ഇതിൽ ട്രൈബ്യൂണലിൽ പോയി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സമയം. പക്ഷെ അതിന്റെ ടൈമിന്റെ ഇടയ്ക്ക് റെയ്ഡ് നടക്കുമ്പം സാറിന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർ സാറിന് റെയ്ഡിന് വരുമ്പോൾ ഇൻകം ടാക്സുകാർ വന്നാൽ അവർ ആദ്യം ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാം വാങ്ങിച്ചു വയ്ക്കും. സ്റ്റാഫിന്റെ മൊത്തം പുറത്ത് വിടത്തില്ല. അവിടെ ഉള്ള ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കും. ഓഫീസിലും ഒരു സമയത്ത് റെയ്ഡ് ചെയ്യും, വീടും ഒരു സമയത്ത് റെയ്ഡ് ചെയ്യും. പിന്നെ ഈ CCTV ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യും. പക്ഷേ അത് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് CCTV ഓഫ് ചെയ്യുന്നത്? നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ CCTV ഓഫ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാര്യം നമ്മളിപ്പം അന്വേഷണം നടത്തുമ്പോൾ അത് കാണുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടാണ് നമ്മൾ ഈ റെയ്ഡ് നടത്തുന്നതെങ്കിൽ CCTV ഓഫ് ചെയ്യേണ്ട കാര്യം അവർക്കും നല്ലതല്ലേ? ഇപ്പൊ ഇൻകം ടാക്സും നല്ലതാണ് CCTV ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? CCTV ഇല്ല. അവിടെ നടന്നിരിക്കുന്ന സംഭവം പുള്ളി അദ്ദേഹം സ്വന്തമായിട്ട് വെടിവെക്കുന്നു. അപ്പൊ സാറിന് ഇവിടെ ഇത്രയും ഒരു ഓഫീസിൽ പരിശോധിക്കുമ്പം ആ അലമാരയ്ക്കകത്തുള്ള സാധനങ്ങൾ നമ്മളെ മേശയുടെ ഡ്രോയർ എല്ലാം തുറന്നിട്ട് നോക്കും. അപ്പൊ അവിടെ ഇദ്ദേഹം ഒന്നാമത് കാര്യം ബോഡി ഗാർഡ്സ് ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ സ്വന്തമായിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് സെൽഫായിട്ടുള്ള പിസ്റ്റൾ ലൈസൻസ് ഉണ്ടായിരിക്കും എന്നുള്ള അവർക്ക് എനിക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ആ പിസ്റ്റൾ അവർ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് റൂമിൽ പോയി ഞങ്ങൾ റെക്കോർഡ്സ് എടുത്തുകൊണ്ട് വരാം ഉടനെണ്ടാണ് പോയി എന്ന് പറയുന്നു. അദ്ദേഹം ചെന്ന് സ്വന്തമായിട്ട് പിടി. ഇപ്പൊ ഞാൻ തിരിച്ചാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നിട്ട് സ്വന്തമായിട്ട് മരിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു?